ഹലോ ഫ്രണ്ട്സ്, hasyscornerലേക്ക് സ്വാഗതം. ഇന്ന് പാൽവാഴയ്ക്കാണ് ഉണ്ടാക്കുന്നത്. നോമ്പിന് ഏകദേശം മിക്കവാറും ദിവസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണിത്. നല്ല സ്വീറ്റ് ഡിഷാണ്. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് സാബുനരി എടുത്തിട്ടുണ്ട്, ഒരു 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പശുമ്പാലും ചെയ്യാം കേട്ടോ. ഏകദേശം 1 കപ്പ് തേങ്ങാപ്പാൽ, അതേ അളവിൽ തന്നെ പശുമ്പാലും എടുത്താൽ മതി. വെള്ളം ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, ഏലക്കാപ്പൊടി ഒരു നുള്ള്, മുന്തിരി നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ നെയ്യിൽ വറുത്തെടുക്കണം. പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ നെയ്യും 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം ഒരു 2 എടുത്തിട്ടുണ്ട്. പാൽവാഴക്ക എൻ്റെ വീട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അധികം നെയ്യ് ആവശ്യമില്ല കേട്ടോ, കുറച്ച് നെയ്യ് കുറവ് മതി. 2-3 ടേബിൾ സ്പൂൺ അത്ര മതി. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കാം. അത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. നെയ്യിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പിന് മുന്തിരിക്കൊന്നും പ്രത്യേക ഒരു അളവില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ല അത്ര ചേർക്കുക. കുറവ് വേണമെങ്കിൽ കുറച്ച് ചേർക്കുക, കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ചേർക്കുക. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ കോരി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മുടെ ഡിഷിൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് വ്യത്യാസമാണ് ഉണ്ടാകുക. പായസത്തിൽ എന്തിലാണെങ്കിൽ നമ്മളത് അല്ലാതെ കഴിക്കുമ്പോഴും അത് കഴിക്കുമ്പോഴും നല്ല വ്യത്യാസമുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എടുത്ത് വയ്ക്കാം. ഈ സെയിം നെയ്യിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഞാൻ വട്ടത്തിലാണ് കേട്ടോ പഴം അരിഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പീസാക്കിയിട്ട് അങ്ങനെ അരിയാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യുക. അധികം കനം കുറച്ചിട്ട് അരിയാൻ പാടില്ല. കുറച്ചൊരു തിക്നെസ് ഉള്ളതാണ് നല്ലത്. പഴം നമുക്ക് കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് കുഴഞ്ഞ പരുവാവൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ ആ പരുവത്തിൽ മതി. കുറച്ചൊന്ന് ഈ പരുവാണ് കറക്റ്റ്. ഈ പരുവത്തിൽ നമുക്ക് കോരിയെടുക്കാം. നന്നായിട്ട് കുഴഞ്ഞിട്ടുമില്ല. കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിത് മുഴുവനായിട്ട് കോരിയെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 കപ്പ്, ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ടൊന്ന് ബബിൾ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. പായസത്തിനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറില്ലേ, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ്. അതേപോലെ തന്നെ ഇതിലും മധുരമുള്ള ഡിഷ് ആയതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കഴുകി വെച്ച സാബുനരിയാണ്. സാബുനരി നന്നായിട്ട് വാഷ് ചെയ്യണം ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്ത സാബുനരിയാണ്. സാബുനരി 2 ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ചെറിയ സാബുനരിയാണ് വാങ്ങിച്ചത്. സാധാരണയായിട്ട് കുറച്ച് വലുപ്പത്തിലുള്ളതാണ് സാബുനരി കിട്ടാറ്. അത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഉടഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല. ഇതേപോലെ ചെറിയ സൈസിലുള്ള സാബുനരിയാണ് യൂസ് ചെയ്യാറ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാം. സാബുനരി നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് അത് കുറച്ചൊന്ന് വലുപ്പം വെക്കുകയും ചെയ്യും. അതിന് നമുക്കൊരു മുത്തിൻ്റെ പോലെ, അതേപോലെ കുറച്ച് നന്നായിട്ട് അതിനുള്ളിൽ നമുക്ക് തെളിഞ്ഞ് കാണാനും പറ്റും. ആ പരുവത്തിലാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചൊരു ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. കുറച്ച് നേരം കൊണ്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇങ്ങനെ കുറച്ചൊന്ന് കുറച്ചൊന്ന് വലിപ്പം വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തെളിഞ്ഞ് വരികയും ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പഴം അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. പഴം നമ്മൾ വാട്ടി വെച്ചതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴം നമ്മൾ വാട്ടാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാബുനരി ഒരു പകുതി മുക്കാൽ വേവ് വന്ന സമയത്ത് അതിലേക്ക് ഡയറക്റ്റായിട്ട് നേന്ത്രപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടിയും ഒരുമിച്ച് വേവിക്കുക. അങ്ങനെയും ചെയ്യാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ ഉമ്മ ചെയ്യാറ്. നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്യാം. ഇതിന് കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് യെല്ലോ കളറായിട്ടൊന്ന് വരും. അങ്ങനെ നല്ല യെല്ലോ അല്ല, എന്നാലും പഴവും ഇതും കൂടി വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കളറൊന്ന് മാറും.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ പശുമ്പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് നമുക്കിതിലേക്ക് തിളപ്പിച്ച പാല് പശുമ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ നിങ്ങൾ മധുരത്തിന് ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴം നമ്മൾ അധികം കുഴഞ്ഞ പരുവത്തിലല്ലാത്തതുകൊണ്ട് ഇതിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകുന്നില്ല. കുക്ക് ചെയ്യുന്ന നമ്മൾ കറക്റ്റായിട്ട് അധികം ഉടഞ്ഞു പോവാതെ കുക്ക് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിന്ന് ചേർത്തെടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിൽ 1/2 കപ്പ് വെള്ളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. കുറച്ചൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ പഴം ചേർത്ത് കഴിഞ്ഞ ശേഷം ഒത്തിരി നേരം കൂടി ഒന്ന് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോഴാണ് രണ്ടും കൂടി ഒന്ന് മിക്സ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് വരിക. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നിട്ട് ഓഫ് ചെയ്താൽ മതി. അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം. ചൂടോട് കൂടി കഴിക്കാം. അങ്ങനെയാണെങ്കിൽ കൺസിസ്റ്റൻസി ശരിയായിരിക്കും, കറക്റ്റായിരിക്കും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് തിക്കായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇത് ഞാൻ പാൽ ചേർക്കാത്ത അതിന് മുന്നേ എടുത്തതാണ്. അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇല്ലെങ്കിൽ കുറച്ചും കൂടി പാലോ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്തിട്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ നമ്മൾ പാൽവാഴക്ക നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നോമ്പിന് സമയത്താണ് ഇത് കൂടുതൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് തോന്നുന്നത്. ഒരുപക്ഷെ നോമ്പിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.